പേജ് നമ്പർ 66 ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഒരു ഭിന്നസംഖ്യയുടെ അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷന്റെ പേര് തന്നിട്ടുണ്ട്. ആ പേരിൽ ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിനുശേഷം സിമ്പൽ ഉപയോഗിച്ച് അത് എഴുതുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു സിമിലാരിറ്റി എന്ന് പറയുന്നത് അതിന്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. ഡിനോമിനേറ്റർ സെയിം ആവുമ്പോൾ നമുക്കിവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അത് നമ്മൾ പരിശോധിക്കുക. എന്താണ്? ഡിനോമിനേറ്റർ സെയിം ആവുമ്പോൾ അതിന്റെ ന്യൂമറേറ്ററിൽ വരുന്ന സംഖ്യകളിൽ ഏതാണോ വലുത് അതായിരിക്കും ആ ഭിന്നസംഖ്യയിൽ വലുത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ തന്നിരിക്കുന്നത് 2/5 3/5 ആണ്. ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ അഥവാ അംശം പരിശോധിക്കാം. ന്യൂമറേറ്റർ എങ്ങനെയാണ് വരുന്നത്? ഒന്ന് 2 ആണ് വരുന്നത്, മറ്റൊന്ന് 3 ആണ് വരുന്നത്. അതിൽ വലുത് ഏതാണ്? 3 ആണ് വലുത്. അപ്പോഴെന്തായിരിക്കും? 3/5 2/5 വലുതായിരിക്കും. അത് നമ്മൾക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം. ഈ സിമ്പൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഷാർപ്പായിട്ട് വരുന്ന ഭാഗം ചെറുതാണ്, അപ്പോൾ അതിന് ചെറുതിനെയാണ് സൂചിപ്പിക്കുന്നത്. മറ്റേ ഭാഗം എന്താണ്? ഓപ്പൺ ആയിട്ട് വരുന്നതാണ്, അപ്പോൾ ആ ഭാഗം സൂചിപ്പിക്കുന്നത് എന്താണ്? വലുതിനെ ആയിരിക്കും. നമുക്ക് എങ്ങനെ എഴുതാൻ കഴിയും? 8നെയും 6നെയും ഇതുപോലെ സൂചിപ്പിക്കാം. 6 8നേക്കാൾ ചെറുതാണ് എന്ന് പറയാം. 6 <8 എന്നാണ് പറയുന്നത്. അടുത്തത് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് മറ്റൊരു സിമ്പൽ കൂടി തന്നിട്ടുണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? 3/5 ആദ്യം എഴുതുക, അതിനുശേഷം 2/5 എഴുതുക. ഇതിൽ 3/5 ആണല്ലോ വലുത്, അപ്പോൾ നമുക്ക് ഈ സിമ്പൽ ഉപയോഗിക്കാം. 3/5 ഗ്രേറ്റർ ദാൻ 2/5. അതായത് 3/5 2/5നേക്കാൾ വലുതാണ്. ഈ ഷാർപ്പായിട്ട് വരുന്ന ഭാഗം എന്താണ്? ചെറിയ ഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓപ്പൺ ആയിട്ട് വരുന്ന ഭാഗം വലിയ സംഖ്യയാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഇവിടെ എന്താണ് വരുന്നത്? ന്യൂമറേറ്റർ അഥവാ അംശം സെയിം ആയിട്ടാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷനാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതിൽ പറയുന്നത് എന്താണ്? അംശം അഥവാ ന്യൂമറേറ്റർ സെയിം ആയിട്ട് വരികയാണെങ്കിൽ ഡിനോമിനേറ്ററിൽ ഏറ്റവും വലുതായിട്ട് വരുന്ന സംഖ്യ എന്തായിരിക്കും? ചെറുതായിരിക്കും. ഇവിടെ നമുക്ക് നോക്കാം രണ്ട് ഭിന്നസംഖ്യകളും ഇവിടെ എഴുതാം. 2/5 2/3. ഇവിടെ ന്യൂമറേറ്റർ സെയിം ആണ്. ഡിനോമിനേറ്ററിൽ വരുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 5 ആണ്. അപ്പോഴെന്താണ് പറയുന്നത്? 2/5 2/3നേക്കാൾ ചെറുതായിരിക്കും. അത് നമുക്ക് എങ്ങനെ എഴുതാം? ഇതേപോലെ എഴുതാം. 2/5 2/3നേക്കാൾ ചെറുതാണ്. മറ്റൊരു രീതിയിൽ എഴുതുകയാണെങ്കിൽ 2/3 ഗ്രേറ്റർ ദാൻ 2/5. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇവിടെ 2/5ഉം 3/4 തന്നിരിക്കുന്നത്. ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും രണ്ടും എന്താണ്? ഡിഫറെന്റ് ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. 2/5 3/4 വരുന്നത് അല്ലെ? ഡിനോമിനേറ്റർ സെയിം ആക്കാൻ നമുക്കറിയാം. ഇവിടെ സെയിം ആക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ്? 5നെ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഗുണിക്കുക. അതേപോലെ തന്നെ 2നെയും 4 കൊണ്ട് ഗുണിക്കുക. 3/4നെ എന്ത് ചെയ്യണം? 5 കൊണ്ട് ഗുണിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആയിട്ട് കിട്ടും. ഇവിടെ എന്താണ് വരുന്നത്? 4 × 2 8/20 എന്ന് കിട്ടും. അടുത്തത് എന്താണ്? 3 × 5 15/20 എന്ന് കിട്ടും. അപ്പോൾ നമുക്കറിയാം ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്ററിലുള്ള ഏറ്റവും വലിയ സംഖ്യ ഏതാണ് വരുന്നത്? അതായിരിക്കും വലുത് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? ഇങ്ങനെ എഴുതാം. 8/20 15/20നേക്കാൾ ചെറുതാണ്. ഇനി നമുക്കത് സിമ്പിൾ ആയിട്ടൊന്ന് നോക്കാം. ഇവിടെ ഒരു ചെറിയൊരു വൃത്തം വരയ്ക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യാം? 5 പാർട്ടാക്കി മാറ്റാം. ആദ്യത്തെ എന്താണ്? 2/5, അതായത് 5ൽ 2 ഭാഗമാണിത് അല്ലെ? രണ്ടാമത് ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്താണ്? ഇതിനെ 4 പാർട്ടാക്കി മാറ്റിയിട്ട് അതിൽ 3 ഭാഗമാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതാണ് വലുത് എന്ന് അല്ലെ? അപ്പൊ നമുക്കിവിടെ എഴുതാം 2/5 < 3/4. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 3/4 ഗ്രേറ്റർ ദാൻ 2/5. നാലാമത്തെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 3/7ഉം 2/9ഉമാണ്. മുൻപ് ചെയ്തതുപോലെ തന്നെ ചെയ്യാം. 7നെ എന്ത് ചെയ്യാം? 9 കൊണ്ട് ഗുണിക്കാം. അതേപോലെ തന്നെ 2/9നെ നമുക്ക് 7 കൊണ്ട് ഗുണിക്കാം. എത്രയായിരിക്കും? 9 × 3 27/63 14/63. ഇതിലേതാണ് വലുത്? 63ൽ 27 ഭാഗമായിരിക്കും വലുത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 27/63 ഈസ് ഗ്രേറ്റർ ദാൻ 14/63. 3/7 ഗ്രേറ്റർ ദാൻ 2/9 അല്ലെങ്കിൽ 2/9 < 3/7. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2/7ഉം 3/8ഉമാണ് വരുന്നത്. എന്ത് ചെയ്യാം? മുകളിലും താഴെയുമായി 8 കൊണ്ട് ഗുണിക്കാം. ഇവിടെ മുകളിലും താഴെയുമായിട്ട് 7 കൊണ്ട് ഗുണിക്കാം. 2 × 8 16/7 × 8 56. 3 × 7 21/56. ഇതിലേതാണ് വലുത് വരുന്നത്?
21 വരുന്നതാണ് വലുത് വരുന്നത്. അപ്പോൾ നമുക്ക് 16/56 ഈസ് ലെസ് ദാൻ 21/56 എന്ന് എഴുതാം. ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം: 3/7 ഗ്രേറ്റർ ദാൻ 2/9, അല്ലെങ്കിൽ 2/9 ലെസ് ദാൻ 3/7. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2/7 അതേപോലെ തന്നെ 3/8 വരുന്നത്. നമുക്കിവിടെ സൈഡിൽ എഴുതാം 2/7 3/8. ഇവിടെ എന്താണ്? 3നെ 7 കൊണ്ടാണ് ഗുണിക്കേണ്ടത്, അതേപോലെ തന്നെ 2നെ 8 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. താഴെ ഗുണിക്കേണ്ട ആവശ്യമില്ല. 2 × 8 16 വരുന്നത്, 3 × 7 21 വരുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം 21 വലുത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? 3/8 ആയിരിക്കും വലുത്. നമുക്ക് എങ്ങനെ എഴുതാം? 2/7 ലെസ് ദാൻ 3/8, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 3/8 ഗ്രേറ്റർ ദാൻ 2/7. അതേപോലെ തന്നെ നമുക്ക് അടുത്ത കണക്കും ചെയ്തു നോക്കാം. സൈഡിലായിട്ട് 4/9 3/8 എഴുതുകയാണ്. അപ്പോൾ നമുക്ക് 4നെ 8 കൊണ്ടാണ് ഗുണിക്കേണ്ടത്, 3നെ 9 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. 4 × 8 32 വരുന്നത്. ഇവിടെ 27 വരും. 9 × 3. അപ്പോൾ ഏതാണ് വലുത്? 32 ആണ് വലുത്. അപ്പോഴെന്തായിരിക്കും? 4/9 ആയിരിക്കും വലുത്. അപ്പൊ നമ്മൾക്ക് എന്ത് എഴുതാം? 4/9 ഗ്രേറ്റർ ദാൻ 3/8, അല്ലെങ്കിൽ എന്താ എഴുതാൻ കഴിയും? 3/8 ലെസ് ദാൻ 4/9. ഇതേ പേജിൽ തന്നെയുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലെസ് ദാൻ സിമ്പൽ ഉപയോഗിച്ച് എഴുതാനാണ്. എത്ര പേരാണ് തന്നിരിക്കുന്നത്? 3 ഫ്രാക്ഷനുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ എഴുതാം 2/5 3/4 3/5. സൈഡിലായിട്ട് എഴുതി വെക്കാം 2/5 3/4 3/5. ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഡിനോമിനേറ്റർ വരുന്നത് 5 4 5 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഒരു പൊതുഗുണിതമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് പകരം എന്ത് ചെയ്താൽ മതി? 5 × 4 20. 20 വരുമ്പോൾ എല്ലാറ്റിന്റെയും ഗുണിതമായിട്ട് അത് വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 20 ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? 5നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 20 ആകുന്നത്? 4 കൊണ്ട് ഗുണിച്ചാലാണ് 20 ആകുന്നത്. അപ്പോൾ മുകളിലും 4 കൊണ്ട് ഗുണിക്കാം. ഇവിടെ എന്താണ്? 5 കൊണ്ട് ഗുണിച്ചാലാണ് 20 കിട്ടുക. അപ്പോൾ മുകളിലും താഴെയുമായിട്ട് 5 കൊണ്ട് ഗുണിക്കാം. ഇവിടെ എത്രയാണ്? 4 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അപ്പോൾ താഴെ 5 × 4 20 കോമൺ ആയിട്ടാണ് വരുന്നത്. അത് നമുക്ക് ആവശ്യമില്ല. എത്രയാണ് മുകളിൽ? ഇവിടെ ഒന്നാമത്തേതിന്റെ വരുന്നത് 4 × 2 8 ആണ് വരുന്നത്. 3 × 5 15 ആണ് വരുന്നത്. ഇവിടെ 3 × 4 12 വരും. ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? 15 ആണ്. 8 15നേക്കാൾ ചെറുതാണ്. അതേപോലെ തന്നെ 15 12നേക്കാൾ വലുതാണ്. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? 2/5 3/4 3/5 ആണ്. അപ്പോൾ എഴുതേണ്ടത് നമുക്ക് ലെസ് ദാൻ സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ഏറ്റവും ചെറുത് ആദ്യം എഴുതണം. 8 വരുന്നതാണ് ഏറ്റവും ചെറുത്. അതെന്താണ്? 2/5 ആണ്. അത് നമുക്ക് അതേപോലെ തന്നെ എഴുതാം 2/5. പിന്നെ അതിന്റെ തൊട്ട് വലുതായിട്ട് വരുന്നത് 12 ആണ്. അതേതാണ്? 3/5. 3/5 നമുക്ക് എഴുതാം. എന്നിട്ട് ഇവിടെ ചിഹ്നം എന്ത് കൊടുക്കാം? 3/5നേക്കാൾ ചെറുതാണ് 2/5. ബാക്കി വരുന്നത് എന്താണ്? 3/4 ആണ്. 3/4 എഴുതിയതിനു ശേഷം വീണ്ടും നമുക്ക് ലെസ് ദാൻ ചിഹ്നം കൊടുക്കാം. 2/5 ഈസ് ലെസ് ദാൻ 3/5 ഈസ് ലെസ് ദാൻ 3/4. അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ വന്നിരിക്കുന്നത് 3/7 2/9 2/7. ഇവിടെ എന്ത് ചെയ്യാം? 7 9 7 ആണ് ഡിനോമിനേറ്റർ വരുന്നത്. എന്ത് ചെയ്യാം? 7നെയും 9നെയും നമുക്ക് ഗുണിച്ചു നോക്കാം. 9 7 എത്രയാണ്? 63 ആണ് വരുന്നത്. അപ്പോൾ 63 വരുന്നതായിരിക്കണം നമ്മുടെ ഡിനോമിനേറ്റർ ആയിട്ട് നമ്മൾ മാറ്റേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? 7നെ നമുക്ക് 9 കൊണ്ട് ഗുണിക്കാം. അതേപോലെ തന്നെ മുകളിലും 9 കൊണ്ട് ഗുണിക്കാം. ഇവിടെ 2/9 വരുമ്പോൾ എത്ര കൊണ്ട് ഗുണിക്കേണ്ടി വരും? 7 കൊണ്ട് ഗുണിക്കേണ്ടി വരും. മുകളിലും 7 കൊണ്ട് ഗുണിക്കാം. ഇവിടെ എന്ത് ചെയ്യണം? 9 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അപ്പൊ താഴെ എന്താണ് കിട്ടുന്നത്? 9 7 63 ആണ് നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്നത്. അത് നമ്മൾ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. മുകളിൽ വരുന്ന ഭാഗം എത്രയാണ്? 9 × 3 27. 2 × 7 14. 2 × 9 18. 27 ആണ് ഏറ്റവും വലുത് വരുന്നത്. അതിന്റെ ചെറുത് 18 ആണ്. അതിന്റെ ചെറുത് എന്താണ്? 14 ആണ്. അപ്പോൾ 14നെ പ്രതിനിധീകരിക്കുന്നത് എന്താണ്? 2/9 ആണ്. അത് നമുക്ക് ആദ്യം എഴുതാം 2/9. 14 കഴിഞ്ഞാൽ വരുന്നത് 18 ആണ്. അത് പ്രതിനിധീകരിക്കുന്നത് എന്താണ്? 2/7 ആണ്. അത് നമുക്ക് എഴുതാം 2/7. പിന്നെ എന്താണ് വരുന്നത്? 3/7. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? 2/9 ലെസ് ദാൻ 2/7 ലെസ് ദാൻ 3/7. അടുത്തതായിട്ട് വരുന്നത് 1/2 1/3 2/3 ആണ്. ഇതിന്റെ ഡിനോമിനേറ്റർ വരുന്നത് 2 3 ആണ്. അപ്പൊ അതിനെ എന്ത് ചെയ്യണം? നമുക്ക് കോമൺ ആക്കി കൊണ്ടുവരാൻ വേണ്ടി 2നെ 3 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എത്രയാണ്? 6 കിട്ടും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? 2നെ നമുക്ക് 3 കൊണ്ട് ഗുണിക്കാം.
മുകളിൽ 3 കൊണ്ട് ഗുണിക്കാം, ഇവിടെ 2 കൊണ്ട് ഗുണിക്കാം, ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെയും 2 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ ഡിനോമിനേറ്റർ എല്ലായിടങ്ങളിലും 6 കിട്ടും. മുകളിൽ എന്താണ് വരുന്നത്, 1 ഇൻറ്റു 3 3 വരുന്നത്, 1 ഇൻറ്റു 2 2, 2 ഇൻറ്റു 2 4. അപ്പോൾ വരുന്നത് 3 2 4 എന്നാണ്. ഇതിൽ ഏറ്റവും ചെറുത് വരുന്നത് എന്താണ്, 2 ആണ്. അപ്പോൾ എത്രയാണ്, 1/3 ആണ് ഏറ്റവും ചെറുത് വരുന്നത്. അത് നമുക്കിവിടെ എഴുതാം. അടുത്ത ഏതാണ് വരുന്നത്, 3 ആണ്. 3നെ പ്രതിനിധീകരിക്കുന്നത് എന്താണ്, 1/2 ആണ്. അപ്പം നമുക്ക് എഴുതാം ലെസ് ദാൻ 1/2. അടുത്ത ഏതാണ്, 4 വരുന്നത് 2/3 ആണ്, ലെസ് ദാൻ 2/3. അരിത്തമെറ്റിക് ഓഫ് പാർട്സ് എന്ന പാഠഭാഗത്തിലെ അവസാനത്തെ ചോദ്യോത്തരവും നമ്മൾ ചെയ്തു കഴിഞ്ഞു. മറ്റൊരു പാഠഭാഗവുമായി വീണ്ടും കാണാം. ബൈ.